ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ ഉലച്ചുകൊണ്ട് ഏഷ്യൻ പസഫിക് മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെടുന്നു. ദക്ഷിണ ചൈനാക്കടൽ, കിഴക്കൻ ചൈനാക്കടൽ തർക്കങ്ങളെ ചൊല്ലി വൻശക്തികളായ ചൈനയും ജപ്പാനും ഇപ്പോൾ സൈനിക നയതന്ത്ര തലങ്ങളിൽ നേർക്കുനേർ വന്നിരിക്കുകയാണ്. ജപ്പാൻ ഉൾപ്പെടെയുള്ള 14 രാജ്യങ്ങളുടെ സഖ്യം സംയുക്തമായി വീണ്ടും ശരിവച്ചതാണ് പുതിയ നയതന്ത്ര യുദ്ധത്തിന് തിരികൊളുത്തിയത്. ഈ നയതന്ത്ര തർക്കത്തിന് തൊട്ടു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി തർക്കമുള്ള കിഴക്കൻ ചൈനാക്കടലിലെ തന്ത്രപ്രധാന ദ്വീപുകൾക്ക് സമീപം ഇരുഭാഗത്തിന്റെയും കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ വെടിയുതിർക്കുന്നതിന് സമാനമായ അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ നേർക്കുനേർ വന്നത് മേഖലയെ വൻ യുദ്ധഭീതിയിൽ ആഴ്ത്തുന്നുണ്ട്. ദക്ഷിണ ചൈനാക്കടലിന്റെ 90% തങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാൻ ചൈന ഉയർത്തുന്ന 9 ലൈൻ ഭൂപടത്തിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് 2016 ഹേഗിലെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ വിധി പ്രസ്താവിച്ചിരുന്നു. ഈ സുപ്രധാന വിധിയുടെ വാർഷികത്തിൽ ജപ്പാൻ, USA, ഫിലിപ്പീൻസ്, UK, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള 14 രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ സംയുക്ത പ്രസ്താവന ഇറക്കി. ഈ നയതന്ത്ര നീക്കത്തിൽ പ്രകോപിതരായ ചൈന ബീജിംഗിലെ ജാപ്പനീസ് നയതന്ത്ര പ്രതിനിധിയെ നേരിട്ട് വിളിച്ചു വരുത്തി കടുത്ത ഭാഷയിൽ തങ്ങളുടെ ഔദ്യോഗിക പ്രതിഷേധം അറിയിച്ചു. ജപ്പാന്റെ ഭരണ നിയന്ത്രണത്തിൽ ഉള്ളതും ചൈന അവകാശവാദം ഉന്നയിക്കുന്നതുമായ സെൻകാഗു ദ്വീപുകൾക്ക് സമീപമാണ് നിലവിൽ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ നേർക്കുനേർ വന്നിരിക്കുന്നത്. മേഖലയിൽ മീൻ പിടിക്കുകയായിരുന്ന ജാപ്പനീസ് ബോട്ടിനെ ചൈനീസ് കപ്പലുകൾ വളഞ്ഞതാണ് തർക്കത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ജാപ്പനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ കുതിച്ചെത്തുകയും ചൈനീസ് സേനയോട് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇരുഭാഗവും കപ്പലുകളിലെ ആയുധങ്ങൾ പരസ്പരം ലക്ഷ്യം വെച്ചുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചത് മേഖലയിൽ ഏതു നിമിഷവും ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാമെന്ന ഭീതി പരത്തി. തായ്വാന് നേരെ ചൈന നടത്തുന്ന ഏതു തരത്തിലുള്ള സൈനിക നീക്കവും ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ജാപ്പനീസ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. തായ്വാൻ വീണാൽ ചൈന അടുത്ത ലക്ഷ്യമാക്കുന്നത് ജപ്പാനെ ആയിരിക്കുമെന്ന ആശങ്ക ടോക്കിയോയ്ക്കുമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജപ്പാൻ പുലർത്തിപ്പോരുന്ന സമാധാന നയങ്ങളിൽ മാറ്റം വരുത്തി പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കാനും അത്യാധുനിക മിസൈലുകൾ വാങ്ങാനുമുള്ള ജപ്പാന്റെ നീക്കത്തെ സൈനികവൽക്കരണമെന്ന് വിളിച്ച് ചൈന കുറ്റപ്പെടുത്തുന്നു. ജപ്പാനെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാൻ ജപ്പാനിലേക്കുള്ള തങ്ങളുടെ പൗരന്മാരുടെ വിനോദസഞ്ചാര യാത്രകൾക്ക് ചൈന അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തി. ഇലക്ട്രോണിക്സ് ഉൽപാദനത്തിനാവശ്യമായ തന്ത്രപ്രധാനമായ ചില അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ജപ്പാനെതിരെ ചൈന കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തുകൊണ്ട് ഈ കടൽ മേഖലകൾ ഇത്ര പ്രാധാന്യമർഹിക്കുന്നത് എന്നുകൂടി നോക്കാം. ലോക വ്യാപാരത്തിന്റെ 1/3 കടന്നു പോകുന്നത് തന്ത്രപ്രധാനമായ ദക്ഷിണ ചൈന കടലിലൂടെയാണ്. കോടിക്കണക്കിന് ബാരൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വൻ നിക്ഷേപമാണ് ഈ സമുദ്രത്തിനടിയിൽ ഉള്ളത്. ഇതിന്മേൽ പൂർണ്ണ അധികാരം സ്ഥാപിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. ഈ തർക്കത്തിൽ അമേരിക്കയുടെ സൈനിക സഹായം ജപ്പാൻ എങ്ങനെ ലഭിക്കുന്നു എന്നുകൂടി നോക്കാം. അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള 1960 പരസ്പര സുരക്ഷാ ഉടമ്പടി പ്രകാരമാണ് ജപ്പാന് US-ന്റെ ശക്തമായ സൈനിക പരിരക്ഷ ലഭിക്കുന്നത്. ജപ്പാന് നേരെ ഉണ്ടാകുന്ന ഏത് വിദേശ ആക്രമണത്തെയും തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി പ്രതിരോധിക്കാൻ ഈ കരാറിലൂടെ അമേരിക്ക നിയമപരമായി ബാധ്യസ്ഥരാണ്. ഈ സൈനിക കൂട്ടായ്മയുടെ പ്രധാന വശങ്ങൾ ഇതൊക്കെയാണ്. അമേരിക്കയ്ക്ക് ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ സൈനിക താവളങ്ങളാണ് ജപ്പാനിലുള്ളത്. ഏകദേശം 55,000-ലധികം US സൈനികർ നിലവിൽ ജപ്പാനിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തർക്കമേഖലകളിൽ ചൈനീസ് കപ്പലുകളെ നിരീക്ഷിക്കാനും അതിവേഗം തിരിച്ചടിക്കാനും ഈ താവളങ്ങൾ സഹായിക്കുന്നു. ചൈനയുടെയും വടക്കൻ കൊറിയയുടെയും മിസൈൽ ഭീഷണികളെ നേരിടാൻ അമേരിക്കയുടെ പാട്രിയറ്റ് ഏജിസ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ജപ്പാന് നൽകിയിട്ടുമുണ്ട്. ചൈനയുടെ ഭാഗത്ത് നിന്ന് ഒരാക്രമണം ഉണ്ടായാൽ മിനിറ്റുകൾക്കകം പ്രതികരിക്കാൻ തക്ക വിധമാണ് അമേരിക്ക ജപ്പാനിലും പരിസരത്തുമായി തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആർട്ടിക്കിൾ 5 സുരക്ഷാ കരാർ പ്രകാരം ജപ്പാന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ US സൈന്യം നിയമപരമായി ബാധ്യസ്ഥരാണ്. ചൈനയിൽ നിന്നോ തർക്കകടൽ മേഖലയിൽ നിന്നോ ഒരു മിസൈൽ ആക്രമണമോ യുദ്ധവിമാനങ്ങളുടെ കടന്നുകയറ്റമോ ഉണ്ടായാൽ ജപ്പാനിലെ US റഡാറുകൾ അത് സെക്കൻഡുകൾക്കകം തിരിച്ചറിയും. ജപ്പാനിൽ തന്നെയുള്ള US-ന്റെ പാട്രിയറ്റ് US നാവികസേനയുടെ കപ്പലുകളിലെ ഏജിസ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മിനിറ്റുകൾക്കകം ശത്രു മിസൈലുകളെ തകർക്കാൻ സജ്ജമാകും. ചുരുക്കത്തിൽ അമേരിക്കയിൽ നിന്ന് സൈന്യം വരുന്നതുവരെ ജപ്പാന് കാത്തിരിക്കേണ്ടി വരില്ല എന്നർത്ഥം. ജപ്പാൻ മണ്ണിൽ തന്നെയുള്ള 55,000-ഓളം വരുന്ന അമേരിക്കൻ സൈനികർ ചൈനയുടെ ഏത് നീക്കത്തിനും ഉടനടി മറുപടി നൽകാൻ പ്രാപ്തരാണ്. ദക്ഷിണ കിഴക്കൻ ചൈനാക്കടലുകളിലെ വൻശക്തികളുടെ ഈ ശക്തി പ്രകടനം കേവലം കുറച്ച് ദ്വീപുകൾക്ക് വേണ്ടിയുള്ള തർക്കമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക സൈനിക മേധാവിത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. US-ജപ്പാൻ സഖ്യത്തിന്റെ അതിവേഗ സൈനിക പ്രതിരോധ ശേഷിയും അന്താരാഷ്ട്ര നിയമങ്ങളും
ഒരു വശത്തും ചൈനയുടെ വിപുലമായ സൈനിക കരുത്തും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ മറുവശത്തും അണിനിരക്കുമ്പോൾ ഏഷ്യൻ പസഫിക് മേഖല ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നിലകൊള്ളുന്നത്. ചൈനയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റ ശ്രമങ്ങൾ ചെറുക്കാൻ ജപ്പാനും 14 രാജ്യങ്ങളുടെ കൂട്ടായ്മയും കാണിക്കുന്ന ദൃഢനിശ്ചയം മേഖലയിൽ സമാധാനം നിലനിർത്താൻ അനിവാര്യമാണെങ്കിലും നേരിയൊരു പിഴവ് പോലും വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറാം. ലോകവ്യാപാരത്തിന്റെ ജീവനാഡിയായ ഈ കടൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് ഏകപോംവഴി. അല്ലാത്ത പക്ഷം ഈ കടൽ തർക്കം 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആഗോള പ്രതിസന്ധിയായി മാറിയേക്കാം.